+2 exam package part 34. ചില പോയിൻറ്റ്സ് കമ്മ്യൂണിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ പറയുന്നു. ഓരോ പോയിൻറ്റും ഓരോ ചോദ്യങ്ങൾ തന്നെയാണ്. 143. Electromagnetic spectrum extends from gamma rays whose wavelength is of the order of 10 raised to -15 meter. ആ വാല്യൂസൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഗാമ റേയുടെ വേവ് ലെങ്ത് 10 raised to -15 മീറ്ററിൻ്റെ ഓർഡറിൽ, അല്ലെ ഒരു ഫെർമി, 1 ഫെർമി എന്ന് പറയും. ടു ലോങ് റേഡിയോ വേവ്സ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എക്സ്റ്റെൻസ് ഫ്രം ഗാമ റേസ് ടു ലോങ് വേവ് ലെങ്ത് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് ആണ് ഇങ്ങനെ അറ്റത്തെ ലിമിറ്റ്. ഹൂസ് ലാംഡ, അതിൻ്റെ ലാംഡ എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ വരും, 5000 കിലോമീറ്ററും ഒക്കെ കയറി വരും. വി വിൽ സീ ദിറ്റ്. തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ. ദർ ഈസ് നോ ലിമിറ്റ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ പോയിന്റ്. ദർ ഈസ് നോ ലിമിറ്റ് ടു ദി ലോങ്ങസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പർ ലിമിറ്റ് ഉണ്ട് ഗാമ റേസ്, പക്ഷേ ലോവർ ലിമിറ്റ് ഇല്ല. ലോവർ ലിമിറ്റ് ഇല്ല. എത്ര കൂടിയ വേവ് ലെങ്ത് ഉള്ള റേഡിയോ വേവ് നമുക്കുണ്ടാക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു എ സി ജനറേറ്റർ, an AC generator working at 50 cycles per second produces electromagnetic waves of lambda. Lambda equals C by nu. C എന്ന് പറഞ്ഞാൽ 3 × 10 raised to 8. By nu ഇവിടെ 50 സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ല, 50 ഹെർട്സാണ്. ആൻസർ 6000 കിലോമീറ്റർ എന്ന് വരും. എന്തുമാത്രം വലിയ വേവ് ലെങ്ത് എന്ന് പറഞ്ഞ് ഇതിലും കൂടിയ വേവ് ലെങ്ത് എടുക്കാം. 50 സൈക്കിൾസിനൊക്കെ കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള എ സി ജനറേറ്റർ വർക്ക് ചെയ്യിച്ചാൽ മതി. അപ്പോൾ ലോവർ ലിമിറ്റ് ഇല്ല ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്. നമുക്ക് ഉപയോഗമുള്ള ഭാഗം നമ്മൾ അതിൻ്റെ ലോവർ ലിമിറ്റായിട്ട് പറയാം. ലോങ് വേവ് ലെങ്ത് റേഡിയോ വേവ്സ്, അല്ലെ ലോങ് റേഡിയോ വേവ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ലിമിറ്റ് പറയുന്നുള്ളേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി ദർ ഈസ് നോ ലോവർ ലിമിറ്റ്. ഏത് വേവിലെന്നുള്ള ലോങ് വേവും നമുക്ക് സൃഷ്ടിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത്. 144. ഇൻഫ്രാറെഡ് റേഡിയേഷൻ. Electromagnetic radiation with wavelength longer than that of red but shorter than radio waves are called infrared radiations. The lambda extends from 0.7 micrometer to 1 millimeter. Arrange ഓർത്തുകൊള്ളുക. ലാംഡ വേവ് ലെങ്ത് ഇൻഫ്രാറെഡിൻ്റെ 0.7 മൈക്രോമീറ്റർ, 0.7 × 10⁻⁻6 മീറ്റർ ടു 1 millimeter. അതാണ് ഇൻഫ്രാറെഡിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഒറിജിൻ ആറ്റത്തിലും മോളിക്യൂൾസിലും ഒക്കെ ആറ്റത്തിലെ ഔട്ടർ ഇലക്ട്രോൺസ് ചില പ്രത്യേക ആറ്റങ്ങളിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, ഔട്ടർ ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടത്തുമ്പോൾ ഇൻഫ്രാറെഡ്, നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്ന് ഇൻഫ്രാറെഡ് വരുന്നുണ്ട്, അറ്റോമിക് ട്രാൻസിഷൻസാണ്. ഇതുകൂടാതെ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻസ്, ഒരു ഡയറ്റോമിക് മോളിക്യൂളൊക്കെ ഇങ്ങനെ അടുക്കുകയും അകലുകയും ചെയ്ത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇൻഫ്രാറെഡ് റേസ് ഉണ്ടാവും, റേഡിയേഷൻ ഉണ്ടാവും. ഈ ഗേഷ്യസ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റേഡിയോ വേവ്സ് ഇൻഫ്രാറെഡ് വേവ്സ് ജനറേറ്റഡ് ആകും. അപ്പോൾ സോഴ്സ് പറയുമ്പോൾ വൈബ്രേഷണൽ ഫ്രീക്വൻസീസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആൻഡ് റൊട്ടേഷണൽ ഫ്രീക്വൻസീസ് ഓഫ് സം ഗ്യാസ് മോളിക്യൂൾസ് ബിലോങ് ടു ഇൻഫ്രാറെഡ് റീജിയൻ. ഇത്രയും ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ചില ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. അത് 145. മൈക്രോവേവ്സ്. അതിൻ്റെ വേവ് ലെങ്ത് 10⁻³ മീറ്റർ ടു 0.03 മീറ്റർ. 10⁻³ മീറ്റർ ടു 0.03 മീറ്റർ.
ഇപ്പോൾ ഈ ചെറിയ ലിമിറ്റിലൊക്കെ ചില വ്യത്യാസങ്ങൾ പല ഓതേഴ്സും ഒക്കെ ആയിട്ട് കാണും. അത് കാര്യമാക്കേണ്ട, റേഞ്ചിൻ്റെ ഓർഡർ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത എക്സ്റേസ് 146. എക്സ്റേസ് ആർ എമിറ്റഡ് ബൈ. സാധാരണ വിസിബിൾ ലൈറ്റൊക്കെ ഔട്ടർ വാലൻസ് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുമ്പോൾ ഒക്കെയാണ് ഉണ്ടാകുന്നതാണ് ഈ വിസിബിൾ ലൈറ്റും ഒക്കെ. പക്ഷേ എക്സ്റേസ് എന്ന് പറഞ്ഞാൽ ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് എക്സ്റേസ് ഉണ്ടാകുന്നത്. അത് ഹെവി എലമെൻസിൻ്റെ പ്ലാറ്റിനം, മോളിബ്ഡിനം, പ്ലാറ്റിനം ഇങ്ങനെയുള്ള ഹെവി എലമെൻസിൻ്റെ ആറ്റത്തിലെ ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻ മൂലമാണ് എക്സ്റേസ് ഉണ്ടാകുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹൈ സ്പീഡ് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ഹെവി എലമെൻസിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ഇന്നർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഡിസ്പ്ലേസ്ഡ് ആവും, അവിടെ തെറിച്ചു പോകും. എന്നിട്ട് അതിന് മുകളിലുള്ള ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസ് ഇന്നർ ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യുകയും പുറത്തേക്ക് ഫോട്ടോൺ വിടുകയും ചെയ്യും. ദീസ് ഫോട്ടോൺസ് ആർ എക്സ്റേ ഫോട്ടോൺസ്. അപ്പോൾ എക്സ്റേയുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡീസിലറേറ്റിംഗ് ഇലക്ട്രോൺസ് electrons whose fast speed electrons which suffers deceleration by atoms of heavy elements, or X-rays are formed by the transition of innermost electrons in the inner shells of heavy elements. അങ്ങനെയും പറയാം. അടുത്ത 147. Origin of gamma rays. Gamma rays ആണ് അപ്പർ ആൻഡ് ഹൈ ഫ്രീക്വൻസി, ഹയസ്റ്റ് മാക്സിമം ഫ്രീക്വൻസി ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഒറിജിൻ എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസുകളാണ്. അപ്പോൾ ഗാമ റേസ് ആർ ഓഫ് ന്യൂക്ലിയർ ഒറിജിൻ ഡ്യൂറിങ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ. മറ്റ് നേരത്തെ പറഞ്ഞതല്ല, ഇലക്ട്രോണിക് ഔട്ടർ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻ കൊണ്ട്, ന്യൂക്ലിയസിന് വെളിയിലുള്ള ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻസ് മൂലം ഉണ്ടാകുന്നതാണ് എക്സ്റേ വരെയുള്ള റേഡിയേഷൻസ്. അടുത്ത പോയിന്റ് 148. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈക്രോവേവ് റിപ്പീറ്റേഴ്സ്. റിപ്പീറ്ററൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറായിട്ട്. ഈ ടവറുകൾ, മൊബൈൽ ടവറുകളും ഒക്കെ ലിങ്ക്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈക്രോവേവ് റിപ്പീറ്റേഴ്സ് ഇൻക്രീസസ് റഫ്ലി വിത്ത് സ്ക്വയർ റൂട്ട് ഓഫ് ടവർ ഹൈറ്റ്. ഇത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് HT ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ, അത് ആൻറ്റിനയുടെ ഹൈറ്റാണ് അവിടെ പറഞ്ഞത്, ഹൈറ്റും റേഞ്ചും കൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എർത്തിൻ്റെ റേഡിയസും ഒക്കെ വെച്ച് വരച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് അറിഞ്ഞിരിക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 മൈക്രോവേവ് റിപ്പീറ്റേഴ്സ് ഇൻക്രീസസ് വിത്ത് റഫ്ലി the square root of tower height. 149. The net charge on either side of depletion region in a junction diode is called space charge. സ്പേസ് ചാർജ് ഇതും പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഞാൻ ഒന്നുകൂടെ ചിലതൊക്കെ ആവർത്തിച്ച് വന്നേക്കാം. സ്പേസ് ചാർജ്, ഡിപ്ലീഷൻ ലെയറിൻ്റെ ഒരു സൈഡ് മുഴുവൻ പോസിറ്റിവിറ്റി, മറ്റേ സൈഡിൽ നെഗറ്റിവിറ്റി വരും. 150. Capacitance of a capacitor is independent of applied voltage. Can you suggest capacitance which is potential dependent? സാധാരണ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററൊക്കെ എടുത്താൽ ആ കപ്പാസിറ്ററിൻ്റെ ഒരു കോൺസ്റ്റൻ്റാണ്. അപ്ലൈഡ് വോൾട്ടേജ് മാറ്റുമ്പം കപ്പാസിറ്റൻസ് മാറില്ല. പക്ഷേ വോൾട്ടേജ് മാറ്റുമ്പം കപ്പാസിറ്റൻസ് മാറുന്ന ഏതെങ്കിലും കേസ് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്ലീഷൻ റീജിയൻ ദറ്റ് ഈസ് ഈക്വലൻ ടു എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. PN ജംഗ്ഷൻ ഡയോഡിലെ ഡിപ്ലീഷൻ റീജിയൻ ഫോംഡ് അറ്റ് PN ജംഗ്ഷൻ ഈസ് ഈക്വലൻ ടു എ കപ്പാസിറ്റർ. അതിൻ്റെ കപ്പാസിറ്റൻസ് അപ്ലൈഡ് വോൾട്ടേജ് അനുസരിച്ച് മാറും. കാരണം
ഫോർവേഡായിട്ട് ബയസ് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ ലെയർ അങ്ങ് തിന്നാകും. അത് പാരൽ പ്ലേറ്റിലെ പ്ലേറ്റുകൾ അടുപ്പിക്കുന്നതിന് തുല്യമാണ്. ഡി കുറയുക, അപ്പോൾ കപ്പാസിറ്റൻസ് കൂടും. A∪0/D എന്നല്ലേ പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. റിവേഴ്സായിട്ട് ബയസ് ചെയ്യുമ്പം ഡിപ്ലീഷൻ റീജിയൻ അങ്ങ് വൈഡാകും. എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് കൂടുതൽ അകത്തി വയ്ക്കുന്നതിന് ഇക്വലൻ്റ് ആകും. അപ്പോൾ കപ്പാസിറ്റൻസ് കുറയും. ഈ റിവേഴ്സ് ബയസ് തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഈ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് അതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ചുരുക്കത്തിൽ കപ്പാസിറ്റൻസ് developed at the PN junction of a crystal diode depends on applied voltage. That is the answer. 151. Examples of space wave communication. സ്പേസ് വേവ് എന്ന് പറഞ്ഞാൽ ഗൈഡഡ് വേവ് അല്ല, ഫൈബറിൽ കൂടെ ഒന്നും വിടുന്ന വേവ് അല്ല, സ്പേസിൽ കൂടെ എയറിൽ കൂടെ പോകുന്ന വേവ്സ്. ഒന്ന്, ലൈൻ ഓഫ് സൈറ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് മൈക്രോവേവ് റിപ്പീറ്റേഴ്സ്. നമ്മുടെ മൊബൈലിൻ്റെ ഒക്കെ ടവർ ടു ടവർ ലൈൻ ഓഫ് സൈറ്റ് പ്രോപ്പഗേഷൻ. ഞാനത് ഫിഗറും ഒക്കെ വരച്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. 2, ടെലിവിഷൻ TV ബ്രോഡ്കാസ്റ്റ്. അത് അയണോസ്ഫിയറിൽ തട്ടി തിരിച്ചു വരുന്ന കേസും ഒക്കെ അവിടെ ഉപയോഗിക്കാറുണ്ട്. അതല്ലേ തന്നെ അതിനും സാറ്റലൈറ്റിൽ കൂടെ ഉള്ള സിഗ്നൽ ഉപയോഗിച്ച് ടെലിവിഷൻ വർക്ക് ചെയ്യും ആൻഡ് സോ. അപ്പോൾ TV ബ്രോഡ്കാസ്റ്റിന് ഉപയോഗിക്കും, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കും. ഇതെല്ലാം ചർച്ച ചെയ്തതാണ്. അപ്പോൾ 1, ലൈൻ ഓഫ് സൈറ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് മൈക്രോവേവ് റിപ്പീറ്റേഴ്സ്. 2, TV broadcast. 3, satellite communication. 4, radar. At the point 152, diameter of antenna for efficient transmission and reception is approximately 1/10 of the signal wavelength. അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ഡിഷ് ആൻറ്റനയുടെ ഡയമീറ്റർ എഫിഷ്യൻറ്റ് ട്രാൻസ്മിറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് റിസീവറായിട്ട് വർക്ക് ചെയ്യുമ്പോഴോ, റിസീവിങ് ആൻറ്റനായിട്ട് വർക്ക് ചെയ്യുമ്പോഴോ എഫിഷ്യൻ്റ് ആയിരിക്കണമെങ്കിൽ അത് റിസീവ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഉദ്ദേശിക്കുന്ന സിഗ്നലിൻ്റെ വേവ് ലെങ്തിൻ്റെ 1/10 ആയിരിക്കണം ഡിഷ് ആൻറ്റനയുടെ ഡയമീറ്റർ. സ്ട്രെയിറ്റ് കണ്ടക്ടറാണ് ആൻറ്റനയായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ വേവ് ലെങ്തിൻ്റെ ഓർഡറിലായിരിക്കണം ലാംഡയുടെ ആൻറ്റനയുടെ ഹൈറ്റ്. ഇത് നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ മോഡുലേഷനകത്തൊക്കെ പറഞ്ഞത്. 153. While choosing light waves as carrier waves, optical fiber is used. Microwaves do not require optic fiber. Why? വിസിബിൾ ലൈറ്റ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കും, അതിനാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? ഇത് സ്പേസ്, സൂര്യനിൽ നിന്നൊക്കെ സൺലൈറ്റ് ഇഞ്ഞ് വരുന്നില്ലേ, ഇത്ര കോടി കിലോമീറ്റർ ദൂരം താണ്ടിയാണ് വരുന്നത്. പിന്നെ ഇതുകൊണ്ട് സാധാരണ മൈക്രോവേവ് ഒക്കെ സ്പേസിൽ കൂടെ വിടുന്നത് പോലെ ലൈറ്റ്, വിസിബിൾ ലൈറ്റും ഇതുപോലെ വിട്ടുകൂടാ എന്ന് ചോദിച്ചാൽ, അറ്റ്മോസ്ഫിയർ സൂര്യനിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ലൈറ്റ് വന്നുകൊണ്ടിരിക്കുക, അതൊരു കൊഹിയറൻസ് ഇല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഫേഡ് ചെയ്ത് തോന്നുന്നില്ല. പക്ഷേ atmosphere of Earth absorbs visible light to a large extent compared to microwaves. Microwaves, you can propagate it in straight line. അതുകൊണ്ട് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇൻ്റർഫറൻസും ഒക്കെ നടക്കും ഈ സ്പേസിൽ കൂടെ വിട്ടാൽ. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ശല്യം ഒഴിവാക്കാനാണ് ഗൈഡഡ് ഒപ്റ്റിക് ഫൈബറിൽ കൂടെ വിടുന്നത്. അപ്പോൾ അൺലൈക്ക് മൈക്രോവേവ്സ്, ലൈറ്റ് വേവ് ഈസ് അബ്സോർബ്ഡ് ബൈ അറ്റ്മോസ്ഫിയർ ആൻഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്പേസ് propagation. That is the answer. 154. Light emitting diodes
are used in optical fiber transmission end. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ മോഡുലേഷൻ നടത്താനും, അതായത് ട്രാൻസ്മിറ്റർ എൻഡിൽ LED ആണ് ഉപയോഗിക്കുന്നത് ഈ കരിയർ വേവിനെ ജനറേറ്റ് ചെയ്യാനായിട്ട്. റിസീവർ എൻഡിൽ ഫോട്ടോ ഡയോഡാണ് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, അറിഞ്ഞിരിക്കണം. അപ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ communication system at the transmission end, and photodiodes are used at the receiver end. 155. The highest frequency of video signal, picture signal ആയിട്ട് വിടുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 6.5 MHz. ഓഡിയോ ആണ് 20,000 ഹെർട്സ് അല്ലെ 20 kHz വരെ അങ്ങേയറ്റേ ഉള്ളൂ. ഇത് വീഡിയോ സിഗ്നലിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി 6.5 MHz. We will see the remaining in the next postings. Thank you.